സാർ, പറയാൻ വിഷമമുണ്ട് സാർ. ഇനിയൊരു കാലതാമസം ഹെഡ്ക്വാർട്ടേഴ്സ് അനുവദിച്ചു തരില്ല. ജപ്തി നടപടികൾ മുൻപേ തന്നെ ഓർഡറായി കിടക്കുകയാണല്ലോ. നാളെ അത് നടത്താനാണ് തീരുമാനം. അമ്മ ദൂരെ എവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ കാത്തിരിക്കൂ കുട്ടി. അതെങ്ങനെയാ മുത്തശ്ശി? മുൻപ് അമ്മ എന്റെ അടുത്തില്ലായിരുന്നു. ഞാൻ അമ്മയെ കണ്ടിട്ടില്ലായിരുന്നു. ഒരു സ്വപ്നം പോലെയോ ആഗ്രഹം പോലെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ അമ്മയെ കണ്ടു. അമ്മ എന്റെ അടുത്തുണ്ടായിരുന്നു. എന്നെ തൊട്ട് സംസാരിച്ചു. എന്നിട്ട് പെട്ടെന്നൊരു ശൂന്യത. എടോ മതി, നീ മുത്തശ്ശി കഞ്ഞി കൊണ്ടുവന്നുണ്ട്. കുടിച്ചേ പറ്റൂ. ദാ. കുടിക്കും മോളെ. വേണ്ട. ഇത് ഇവിടെ തന്നെ വച്ചേക്കാം. കുറച്ച് കഴിയുമ്പോ നീ എടുത്തു കൊടുത്താ മതി. ശരി മുത്തശ്ശി. കൂടെ തന്നെ ഇരിക്കണേടാ. ഈശ്വര. അറിയല്ലേ? എന്താ മുത്തശ്ശി? ഈ മുമ്പിൽ വന്നിരിക്കുന്നവര് നമ്മളെ ബഹുമാനിക്കണമെങ്കിലേ നമ്മളെ മൊത്തത്തിൽ കാണാൻ ഒരു ഇത് വേണ്ടേ? എടാ ശരത്തെ, ഒരു പ്രൊഡ്യൂസറിനെ കാണുമ്പോ ഉള്ള ഒരു ഇത്, അത് എന്നെ കാണുമ്പോ കിട്ടുന്നുണ്ടോ നിനക്ക്? അത് മാഡം അങ്ങനെ ചോദിച്ചാൽ ഇല്ല അല്ലേ? എനിക്കും അത് തോന്നിയടാ. നേരത്തെ വന്ന എഴുത്തുകാരെ ഒരു ബഹുമാനവും ഇല്ലാണ്ടാ പെരുമാറിയത്. നിനക്കങ്ങനെ തോന്നിയോ മോളെ? അത് പിന്നെ മുത്തശ്ശി അവരോട് ഉടക്കുമായിരുന്നല്ലോ. പക്ഷെ മാഡം പറയുന്നതിൽ കാര്യമുണ്ട് പറയെങ്കിൽ. നമുക്ക് മാഡത്തിന്റെ ലുക്ക് മൊത്തത്തിലൊന്ന് മാറ്റിയാലോ? എങ്ങനെ? കോപ്രായൊന്നും കാണിക്കണ്ട. പക്ഷേ ഈ രൂപത്തിൽ നിന്നൊന്നും മാറിയേ പറ്റൂ. ശരത്തെ, നമുക്ക് മുത്തശ്ശിയെ ഒരു ബ്യൂട്ടീഷ്യന്റെ അടുത്ത് കൊണ്ടുപോയാലോ? അത് ഉഗ്രൻ ഐഡിയ. അവരാകുമ്പോ മൊത്തത്തിലൊന്ന് സ്റ്റൈലിഷ് ആക്കും. അതൊക്കെ വേണോടാ? വേണം മാഡം. ലുക്കിലാണ് പ്രധാന കാര്യം. മാഡത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആളുകള് മാഡത്തിന്റെ ലുക്ക് കണ്ട് ആദ്യം ഒന്ന് കിടുങ്ങണം. പിന്നെ മാഡം എന്ത് പറഞ്ഞാലും അവന്മാര് സൈലന്റ് ആയിരിക്കും. നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം മുത്തശ്ശി. ഇപ്പഴാ മുത്തശ്ശിയുടെ ജാതകത്തെ ശുക്രൻ തെളിഞ്ഞെങ്കിലോ? എന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ.
അപ്പൊ ഇനി മുതൽ സുകുമാരി മാഡം പുതിയ ലുക്കിൽ ലൈക്ക് എ പക്ക പ്രൊഡ്യൂസർ. അപ്പൊ ഇനി സുകുമാരി മാഡം ഒരു കലക്ക് കലക്കും. അച്ഛാ, അവസാനത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഒരു സഹായത്തെക്കുറിച്ച് ചിന്തിക്കാനില്ല. എത്രയോ തവണ അച്ഛൻ സഹായിച്ചവരുടെ അടുത്തേക്കാണ് നമ്മൾ പോയത്. അവരെ കൊഴിഞ്ഞു മാറുന്ന രീതി കണ്ടിട്ട് അത്ഭുതം തോന്നുക. അതാണ് പണത്തിന്റെ മിടുക്ക്. ഉള്ളവൻ രാജാവും ഇല്ലാത്തവൻ യാചകനും. വീട് തേടിച്ചെന്ന് കൈകൂപ്പുമ്പോ യാചിക്കാനാണെന്ന് മുമ്പേ തന്നെ അവർക്കറിയാം. അതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് അവരുടെ പ്രശ്നങ്ങൾ മുമ്പിലിട്ടത്. അച്ഛാ, ഇനി എന്താ? വിധി എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുക. അത് തന്നെ. ഹലോ. സാർ വീട്ടിലാണോ? അല്ല, ഞാനൊരു യാത്രയിലാണ്. പറഞ്ഞോളൂ. സാർ, പറയാൻ വിഷമമുണ്ട് സാർ. ഇനിയൊരു കാലതാമസം ഹെഡ്ക്വാർട്ടേഴ്സ് അനുവദിച്ചു തരില്ല. ജപ്തി നടപടികൾ മുൻപേ തന്നെ ഓർഡറായി കിടക്കുകയാണല്ലോ. നാളെ അത് നടത്താനാണ് തീരുമാനം. ഐ ആം റിയലി സോറി സാർ. സാരമില്ല. ഡു യുവർ ഡ്യൂട്ടി. ആരാച്ചാ? അതൊരു ഫ്രണ്ടാ. പക്ഷേ അച്ഛനൊന്നും വല്ലാതായല്ലോ. ഏയ്, അത് നിനക്ക് തോന്നിയതാവും. സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. അമ്മയും പ്രിയങ്ക ഇതുവരെ വന്നില്ലല്ലോ. അമ്മ ഈ പ്രായത്തിലെ ജീവിതം ആസ്വദിക്കല്ലേ ശോതെ.